ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചലയുടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട കൊണ്ടൊരു വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബൗളിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇപ്പോൾ അതായത് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ കോഴിമുട്ട നമുക്കൊരല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് അടിച്ച് നന്നായിട്ട് മിക്സാക്കി വെക്കാം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അത് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ആക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് 2 മീഡിയം വലിപ്പമുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. 3 കോഴിമുട്ട എടുക്കുമ്പോൾ ഉള്ള അളവാണ് സവാളയുടെയൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 2 മീഡിയം വലിപ്പമുള്ള സവാള നീളത്തിലൊന്ന് കനം കുറച്ച് കട്ടാക്കിയതാണ്. അതുകൂടെ ചേർത്ത് നിർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഈ സവാളയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് സവാള നന്നായി ഒന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പച്ചച്ചൊവ്വ് പോകോളം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ ഒന്ന് ചതച്ച് ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റൊന്നും അധികം വേവില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം. കൂടുതൽ തക്കാളി ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമില്ല. ഒരു പകുതി തക്കാളി ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് തക്കാളി പകുതി മാത്രം എടുത്തത്. ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ എന്താ പറയുക ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കും. 2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വന്നോളും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ വീറ്റ് ബ്രെഡാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്രെഡാണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് വീറ്റ് ബ്രെഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീറ്റ് ബ്രെഡ് എടുത്തത്. കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാ ബ്രെഡ് ഒരു 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതൊന്ന് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം കേട്ടോ. ഒന്ന് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചേർത്തിട്ടുള്ള തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഈ കയ്യിലുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്നും കൂടുതൽ ചേർക്കണ്ട. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വരുന്ന ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ നിറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ സ്നാക്കിലേക്ക് ഒരുപാട് പൊടികളുടെയും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഇനി വരെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്തത് നമ്മൾ ചേർത്ത പൊടി ഈ ഉള്ളിയുടെ തക്കാളിയുടെ ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളുടെ പച്ചച്ചുവയും പോയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരുന്ന മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാം കേട്ടോ. ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി മല്ലിയില ഒരുപാട് വാടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പിന്നെ ഏറ്റവും ലോയിലേക്ക് വെക്കരുത്. ഒരു മീഡിയം ലോയിൻ്റെ ഇടയിൽ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് മുട്ട ചേർത്ത വാക്ക് തന്നെ അപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്ത് ഇത് നമുക്ക് മുട്ട നന്നായിട്ട് കുക്കാക്കി എടുക്കാം. ഏറ്റവും ലോയിലേക്ക് വെക്കണ്ട, എന്നാൽ മീഡിയത്തേക്കും വെക്കണ്ട. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നമുക്ക് മുട്ട കുക്കാക്കി എടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മുട്ട പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് പീസായിട്ട് വരും. അങ്ങനെ വരണ്ട കേട്ടോ. അതുകൊണ്ടാണ് മുട്ട ചേർത്ത് അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മുട്ടയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഉള്ളിലേക്കൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. മുട്ട ഇങ്ങനെ വല്ലാണ്ട് വലിയ പീസായിട്ടൊന്നും എവിടെയും മാറി കിടക്കുന്നൊന്നുമില്ല. ഇതേപോലെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ ഫ്ലെയിമൊക്കെ അങ്ങോട്ട് ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം. ഇപ്പം ഞാൻ ഇതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ചൂടിങ്ങനെ ഒന്ന് ആറി വന്നിട്ടുള്ളൂ. അപ്പം തന്നെ ഒന്ന് ബ്രെഡ് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രെഡ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ബ്രെഡ് ചേർക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചൂട് കുറേയൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും. അപ്പോൾ ഞാനൊരു 4 ബ്രെഡ് എടുത്ത് പൊടിച്ചതിൽ 1 ബ്രെഡിൻ്റെ പൊടി ബാക്കിയുണ്ട് കേട്ടോ. 3 ബ്രെഡിൻ്റെ പൊടിയാണ് എനിക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 കോഴിമുട്ട എടുക്കുമ്പോൾ 2 സവാള, മീഡിയം വലുപ്പമുള്ള 2 സവാള എടുക്കണം. അപ്പോൾ 4 ബ്രെഡ് എടുത്തതിൽ 3 ബ്രെഡ് മാത്രം പൊടിച്ചത് ആവശ്യമായി വന്നിട്ടുള്ളൂ. 1 ബ്രെഡ് പൊടി അവിടെ ഉണ്ട്, കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇനി ആവശ്യമുണ്ട് കേട്ടോ, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചൊന്ന് ചൂടാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മുട്ട ഞാൻ ഇതുപോലെ ഒന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് ബ്രെഡ് തന്നെയാണ് ഞാനൊന്ന് പൊടിച്ചു എടുത്തിട്ടുണ്ട്. ആ ഒരു പീസ് ബ്രെഡിൻ്റെ പൊടി ഉണ്ടായില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 ബ്രെഡ് കൂടെ ചേർന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിനൊരു മുട്ട കട്ട്ലേറ്റ് എന്നൊക്കെ പേരിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പേരാണ് ഇഷ്ടം അത് ഇട്ടോളൂ. ഞാനിത് എന്താ പറയുക, കട്ട്ലേറ്റ് എന്ന് വേണമെങ്കിലും പറയാം. എന്താ പറയുക, ക്യാരറ്റൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, മുട്ടയും ഒക്കെയാണ് ചേർത്ത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ റെഡിയാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതിന് നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഒരു സിമ്പിൾ, അതിൽ ഉപയോഗിക്കാം. ആ ഒരു ഷേപ്പ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ ഒന്ന് എന്താ പറയുക ഷേപ്പാക്കി എടുക്കേണ്ട. എന്നിട്ട് മുട്ടയിലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. മുട്ടയിലേക്ക് ഉപ്പ് എന്താ പറയുക, കുരുമുളക് പൊടി അങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വെറും മുട്ട മാത്രം ഒന്ന് ബീറ്റാക്കി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു 2 ഷേപ്പ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് പറയണം കേട്ടോ. എൻ്റെ കൈ ചീനിച്ചട്ടിയുടെ വക്ക് കൊണ്ടിട്ട് അതിൻ്റെ കാത് ഭാഗം കൊണ്ടിട്ട് ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ അത് കാണിച്ചു പറയാനും മറന്നു കേട്ടോ. അതാണൊന്ന് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് പൊള്ളി. അപ്പോൾ രണ്ടാമത് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ ഉരുട്ടിയെടുക്കൂലേ, ആ ഒരു ഷേപ്പിൽ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറഞ്ഞ ഓയിലിൽ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. എല്ലാ സാധനങ്ങളും വെന്ത് വന്നിട്ടുള്ളതാണ്. കുറച്ച് മാത്രം ലേശം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി ബോൾ പോലെയും ആക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. 10 മണിക്ക് സ്കൂൾക്ക് സ്നാക്കൊക്കെ കൊണ്ടുവന്ന കുട്ടികൾക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് പൊരിച്ചു കൊടുത്താലും നല്ലതാണ്. പെട്ടെന്ന് കഴിക്കാനും പറ്റും, നമുക്ക് കുറേ അധികം ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക കേട്ടോ. ഇത് നമുക്ക് ഇനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനിട്ട് ഇതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ, കണ്ടോ, കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ആക്കാം കേട്ടോ. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതുകൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് 1 മിനിറ്റോളം ഇങ്ങനെ വെക്കുക. എന്നിട്ട് മാത്രം ഇത് തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. നമ്മൾ ഏതൊരു സ്നാക്ക് ആണെങ്കിലും നമ്മൾ എണ്ണയിലേക്ക് ഇട്ടോ അപ്പം തന്നെ തിരിച്ചിട്ട് പോയാൽ അതിൻ്റെ പുറത്തുള്ള കോട്ടിങ്ങൊക്കെ ഇളകിപ്പോകും, പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏത് സ്നാക്ക് ആണെങ്കിലും, ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആണെങ്കിൽ പോലും അതിലെ കോട്ടിങ്ങൊക്കെ ഇളകിപ്പോകും. അപ്പോൾ 1 മിനിറ്റ് നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് വേണം മറ്റേ ഭാഗം ഒന്ന് മറിച്ച് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയായി. അടുത്തത് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഒരിക്കലും കൂട്ടിയേക്കരുത്, കരിഞ്ഞു പോകും കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മുഴുവനും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ളതാണ് അത്. പിന്നെ നമ്മൾ കുറച്ച് വലുതാക്കി ഉണ്ടാക്കിയതുണ്ട്. പിന്നെ ഒന്നിങ്ങനെ എന്താ പറയുക, ഉന്നക്കായൻ്റെയൊക്കെ ഏകദേശം ഒരു ഷേപ്പിൽ അങ്ങനെയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ കണ്ട നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. മുട്ടയും ഉള്ളിയും ബ്രെഡൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.